ഈ ഒരു പോക്ക് പലരും പോയിട്ടുള്ളതാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് കാണുന്നതാണ് ഈ ഡെഡ് ലിഫ്റ്റിന്റെ സംഗതി. എനിക്ക് തോന്നുന്നു നല്ലൊരു ശതമാനം ആൾക്കാര് അത് കറക്റ്റ് ഗൈഡൻസ് ഇല്ലാതെയും കറക്റ്റ് പാറ്റേൺ ഫോളോ ചെയ്യേണ്ടാണ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. ഈ ഡെഡ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് വരുന്ന സംഗതികളാണ് ഒരു പിടുത്തം അല്ലെങ്കിൽ ഒരു പെയിൻ ജനറേറ്റ് ചെയ്യുന്നത്. അതിനേക്കാളും കൂടുതൽ ഒരു സംഗതിയാണ് ദാറ്റ് ഒരു പ്രാവശ്യം ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ഒരു പേടി തട്ടാവുന്ന ഒരു സംഗതി. ആ പേടി തട്ടി കഴിഞ്ഞാൽ പിന്നെ കുനിയില്ല, ഇരിക്കില്ല, ഒരു സാധനം കുനിഞ്ഞെടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ വല്ലവരും ഉണ്ടെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കാതെ ആ ഒരു പേടി തട്ടുന്നത് നമുക്ക് ഡെഡ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടൊന്നുമല്ല, പക്ഷെ അതിന് പ്രിപ്പയർഡ് ആയിട്ടുണ്ടായില്ല, അല്ലെ ചിലൊരു സംഗതി ട്രിഗർ ആയിട്ടുണ്ട്. അതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു പേടി മാറ്റാം. ഡെഡ് ലിഫ്റ്റ് ഇതിനേക്കാളും നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. നമ്മുടെ ഫുഡ് പ്ലേസ്മെന്റ് ആയിരിക്കും, അല്ലെ ചൂടാൻ പാടില്ല എന്നായിരിക്കും, അല്ലെ നമ്മൾ വെയിറ്റ് നമുക്ക് യോജിച്ച സംഗതി ആയിരിക്കില്ല ലിഫ്റ്റ് ചെയ്യുന്നത്, അല്ലെ ലിഫ്റ്റ് ചെയ്യുന്നതിന്റെ പാറ്റേണിൽ അതൊരു നല്ലൊരു അഡ്വൈസ് കിട്ടി കഴിഞ്ഞാൽ ഇതെല്ലാം ഈ പേടി മാറ്റാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് നന്നായിട്ട് ഡെഡ് ലിഫ്റ്റ് ചെയ്യാനും പറ്റും. ഇനി ഇഞ്ചുറി വന്നാലും ഒരു നല്ലൊരു ഫിസിയോനെയോ നല്ലൊരു ട്രെയിനറിനെയോ കണ്ട് ഫിസിയോനെ ബേസിക്കലി കണ്ട് ആ ഇഞ്ചുറിന്റെ സിംറ്റംസിനൊന്ന് മാറ്റിയതിനു ശേഷം തിരിച്ച് ഡെഡ് ലിഫ്റ്റിലോട്ട് പോകുന്നതല്ലേ ചാലഞ്ച്. അത് അവോയ്ഡ് ചെയ്ത് എത്ര നാൾ അവോയ്ഡ് ചെയ്ത് നടക്കും? ഡെഡ് ലിഫ്റ്റ് അത്യാവശ്യം തന്നെയാണ്. കാരണം നമ്മുടെ ബോഡിക്ക് ആ ഒരു കോർ മസിൽസിനെ ലിഫ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇഞ്ചുറി ഇല്ലാതെ ഒരു ഫങ്ഷണൽ മൂവ്മെന്റ്സിന് നല്ല ഇമ്പോർട്ടൻസ് തന്നെയാണ് ഡെഡ് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്യുമ്പോൾ. അത് ഇഗ്നോർ ചെയ്യരുത്. ഡെഫിനറ്റ്ലി അഡ്വൈസ് എടുക്കുക.